നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ വിൽക്കാൻ കഴിയുമോ? എന്തൊരു മണ്ടത്തരമാണല്ലേ. ആത്മാവ് എന്നൊന്നില്ല, പിന്നെ എങ്ങനെയാണ് അതിനെ വിൽക്കാൻ കഴിയുക? എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ വിൽക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനും അത് ഈ ജീവിതം മുഴുവൻ ആസ്വദിക്കാനും സാധിക്കും. എന്നാൽ ആ ജീവിതം എപ്പോഴവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റൊരാളാണ്. നിങ്ങളുടെ ആത്മാവ് വാങ്ങിയ ആൾ. അയാളെ നമുക്ക് സാത്താൻ എന്ന് വിളിക്കാം. ഡീൽ വിത്ത് ദ ഡെവിൾ എന്ന് കേട്ടിട്ടുണ്ട്. പലർക്കും അതൊരു തമാശയാണ്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർ അതിലൂടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ അങ്ങനെ സ്വന്തം ഇഷ്ടം നേടിയെടുത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനൊരു ഡീലിന് താല്പര്യമുണ്ട്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. വിഷ് മാസ്റ്റർ, അങ്ങനെയൊരു സിനിമയുണ്ട്. ചിലപ്പോൾ നിങ്ങളത് കാണാൻ സാധ്യതയില്ല. 1997 അങ്ങനൊരു സിനിമ പുറത്തിറങ്ങുന്നത്. അതൊരു സിനിമ സീരീസ് ആയിരുന്നു. 4ഓളം എപ്പിസോഡുകൾ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് ഒരു ഫിക്ഷനാണ്. അതായത് ഒരു ജീനി ആളുകൾക്കിടയിലേക്ക് വരുന്നു, അവരുടെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. എന്നാൽ ജീനി തിരിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന ചിലതായിരുന്നു. അങ്ങനൊരു സബ്ജക്റ്റ് സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, മറിച്ച് ഒരുപാട് പേർ അന്നും ഇന്നും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റാണിത്. നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് പറയാറുണ്ട്. എന്നാൽ അത് സാധിക്കാറുണ്ടോ? ഒരു മലയോളം പ്രാർത്ഥിച്ചാൽ ഒരു കുന്നോളം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കാറാണ് പതിവ്. എന്നാൽ സാത്താനിൽ വിശ്വസിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തോട് താണ് കേണ് പ്രാർത്ഥിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം നടത്തി ശരീരം ബുദ്ധിമുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ സാത്താനോട് പറയേണ്ട ആവശ്യമില്ല. സാത്താനോട് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു പ്രാർത്ഥനയല്ല സംഭവിക്കുന്നത്, അവിടെ ഒരു ഡീലിംഗ് ആണ്. ഡീൽ വിത്ത് ദ ഡെവിൾ. അങ്ങനെ ഒരു ഡയലോഗുണ്ട്, ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ കഥാപാത്രം NPTV മുതലാളിമാരോട് പറയുന്ന ഒരു ഡയലോഗാണത്. ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. അതിലൂടെ സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ഡീലിലൂടെ ഡെവിൾ ആഗ്രഹിക്കുന്നത് തിരിച്ചും ചില കാര്യങ്ങളാണ് എന്ന്. സെൽ ദ സോൾ, അങ്ങനെയായിരുന്നു ആ റിച്വൽ അറിയപ്പെട്ടത്. സ്വന്തം ആത്മാവിനെ വിൽക്കുക. 1911 അമേരിക്കയിലെ മിസിസിപ്പിയിലാണ് റോബർട്ട് ജോൺസൺ എന്ന് പറയുന്ന മ്യൂസിഷ്യൻ ജനിക്കുന്നത്. അദ്ദേഹം ഒരു സാധാരണ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. എന്നാൽ പ്രശസ്തനായ ഒരു മ്യൂസിഷ്യൻ ആവണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കഴിവുണ്ടായിട്ടും പ്രശസ്തനാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനായി പഠിച്ച പണി മുഴുവൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ചെന്നെത്തിയത് ഒരു രഹസ്യ കൂട്ടായ്മയിലേക്കാണ്. ചില പ്രത്യേക റിച്വൽസിലൂടെ സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ ആഗ്രഹിക്കുന്നത് അവൻ നേടിത്തരുമെന്ന് അവർ റോബർട്ടിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഒരു രാത്രി മിസിസിപ്പിയിലെ ഹൈവേ 61 ക്രോസ് റോഡിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാത്താൻ സ്വീകരിച്ചതായി അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹത്തിനെ കണ്ടവർക്കെല്ലാം ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കണ്ണ് നിർജീവമായി മാറിയിരുന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി എങ്കിലും പിന്നീട് അദ്ദേഹം നയിച്ചത് വളരെ പ്രശസ്തമായ ഒരു ജീവിതമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അമേരിക്ക മുഴുവൻ പ്രശസ്തമായി. റോബർട്ട് ജോൺസന്റെ 24-ാമത്തെ വയസ്സിലായിരുന്നു അത് സംഭവിച്ചത്. 25-ാമത്തെ വയസ്സിലും 26-ാമത്തെ വയസ്സിലുമായി അദ്ദേഹം 29ഓളം പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയ്ക്ക് പുറത്തും ആ പാട്ടുകൾ പ്രശസ്തമായിരുന്നു. 1938, അതായത് തൻ്റെ 27-ാമത്തെ വയസ്സിൽ റോബർട്ട് ജോൺസൺ മരണപ്പെടുകയായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും എക്സ്പെർട്ടായ ഗിറ്റാറിസ്റ്റ് ഏതാണ് എന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ പറയുന്ന പേരുകളിൽ എടുത്തു പറയാവുന്ന ഒരു പേരാണ് റോബർട്ട് ജോൺസൺ. വെറും 2 വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശസ്തിയിലേക്ക് അദ്ദേഹം എത്തിയത്. അന്ന് രാത്രി സ്വന്തം ആത്മാവിനെ വിറ്റ ശേഷം അദ്ദേഹം നേടിയെടുത്തത് 2 വർഷത്തെ പ്രശസ്തമായ ജീവിതമായിരുന്നു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർജീവമായ ഇടത് കണ്ണിനെ സാത്താൻ്റെ കണ്ണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ജോൺ ലെനൻ. ചിലപ്പോൾ ചിലരെങ്കിലും ഒന്ന് ഞെട്ടിക്കാണണം, കാരണം അത്രയ്ക്കും പ്രശസ്തമാണ് ആ ഒരു പേര്, ജോൺ ലെനൻ. ദ ബീറ്റിൽസ് എന്ന് കേട്ടിട്ടില്ലേ? ലോക പ്രശസ്തമായ വെസ്റ്റേൺ സംഗീത ബാൻഡ്. അതിൻ്റെ ഗായകനും ഗാനരചയിതാവും റിതം ഗിറ്റാറിസ്റ്റുമായിരുന്നു
ജോൺ ലെനൻ. അദ്ദേഹവും തൻ്റെ ആത്മാവ് സാത്താന് സമർപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അദ്ദേഹം തന്നെയാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത്. സെൽ ദി സോൾ എന്ന റിച്വലിൽ തീവ്രമായി അദ്ദേഹം വിശ്വസിച്ചിരുന്നതായി പറയപ്പെടുന്നു. സംഗീതത്തിലൂടെ പ്രശസ്തനാവണം എന്ന ആഗ്രഹത്തിലായിരുന്നു അദ്ദേഹം. പല പരിപാടികൾ അതുവരെ ബീറ്റിൽസ് നടത്തിയിരുന്നുവെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെ ഒരിക്കൽ കുപ്രസിദ്ധമായ ഡെവിൾസ് ബ്രിഡ്ജിൽ വെച്ച് അദ്ദേഹം തൻ്റെ ആത്മാവ് സാത്താന് സമർപ്പിച്ചതായി പറയുന്നു. ആ രാത്രി തൻ്റെ ആത്മാവ് സ്വീകരിച്ച സാത്താൻ തനിക്ക് പകരമായി നൽകിയത് 20 വർഷത്തെ പ്രശസ്തിയും പ്രതിഭയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അങ്ങോട്ടേക്കുള്ള പരിപാടികളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളുടെ വ്യത്യാസം അവർ അനുഭവിക്കുകയായിരുന്നു. അന്നുവരെ ജനങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചത് ചെറിയ പ്രോത്സാഹനം മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് അവർ കണ്ടറിഞ്ഞത് ജനങ്ങളുടെ ആർപ്പുവിളിയും ആരാധനയുമായിരുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ദ ബീറ്റിൽസ് എന്ന സംഘം ലോകപ്രശസ്തമായ ഒരു വെസ്റ്റേൺ സംഗീത ബാൻഡായി മാറിയിരുന്നു. ആ സമയത്ത് അവർ നൽകിയ പല ഇൻ്റർവ്യൂകളിലും ജോൺ പറഞ്ഞ ഒരു വാക്ക് ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു: വി ആർ ബിഗർ ദാൻ ജീസസ് എന്ന്. സർജൻ പെപ്പേഴ്സ് ലോൺലി ഹാർട്ട്സ് ക്ലബ് എന്ന ബീറ്റിൽസിൻ്റെ ആൽബം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. അതിൻ്റെ കവറിൽ ഒരുപാട് പേർ ബീറ്റിൽ സംഘത്തിന് പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ കാർൽ മാർക്സ് അടക്കമുള്ള ഒരുപാട് പ്രശസ്തരെ കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരാളെയും, അലിസ്റ്റർ ക്രൗളി എന്ന സാത്തനിസ്റ്റിനെയും. അലിസ്റ്റർ ക്രൗളിയെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മോഡേൺ സാത്താനിസത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ബീറ്റിൽസിൻ്റെ യെസ്റ്റർഡേ ആൻഡ് ടുഡേ എന്ന് പറയുന്ന ആൽബത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ സാത്താന് ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. റെവല്യൂഷൻ 9 പോലുള്ള ആൽബങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിൽ തന്നെക്കൊണ്ട് ആരോ മനഃപൂർവ്വം എന്തൊക്കെയോ എഴുതിക്കുന്നതായി തനിക്ക് തോന്നിയിട്ടുള്ളതായി ജോൺ ലെനൻ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ദ ലൈഫ്സ് ഓഫ് ജോൺ ലെനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അത്തരത്തിലുള്ള പല അനുഭവങ്ങളും വരച്ചു ചേർത്തിട്ടുണ്ട്. ബീറ്റിൽസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 1960 ലിവർപൂളിലാണ് അങ്ങനൊരു ബാൻഡ് ആരംഭിക്കുന്നത് എന്ന്. 1958 മുതൽ അവർ സംഘമായി പല പരിപാടികളും ചെയ്തിരുന്നുവെങ്കിലും ബീറ്റിൽസ് എന്ന പേര് അറിയപ്പെടുന്നത് 1960 മുതലാണ്. ആ കാലം മുതൽ തന്നെ ജോൺ പറഞ്ഞിരുന്നു തൻ്റെ ആത്മാവിനെ സാത്താന് വിറ്റിട്ടുണ്ട് എന്ന്. എന്നാൽ അത് ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ അത് വിശ്വസിച്ച് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. 1960 തൻ്റെ ആത്മാവ് സാത്താന് വിറ്റ ശേഷം സാത്താൻ തനിക്ക് നൽകിയത് 20 വർഷത്തെ പ്രശസ്തിയും പ്രതിഭയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു. 1960 ശേഷം 20 വർഷങ്ങൾക്കിപ്പുറം കൃത്യമായി 1980 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ഡീൽ വിത്ത് ദ ഡെവിൾ, പിശാചുമായുള്ള കരാർ. അത് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഉള്ള ഒരു വിശ്വാസമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഡച്ച് ഭരണകൂടം ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും വന്നെത്തിയതായി നമുക്കറിയാം. ആ കാലഘട്ടങ്ങളിൽ പലയിടത്തും അവർ കോളനികൾ സൃഷ്ടിച്ചിട്ടുമുണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലെ ഒരു കോളനിയിലായിരുന്നു സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലങ്ങളിൽ ഇന്തോനേഷ്യയിൽ നിന്നും നെതർലാൻഡിലേക്കുള്ള കപ്പൽ യാത്ര എന്ന് പറയുന്നത് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. എന്നാൽ ആ കപ്പലുകളിൽ ഒരു കപ്പൽ മാത്രം 1 വർഷം നീണ്ടു നിന്നിരുന്ന ആ യാത്ര 3 മാസം കൊണ്ട് പൂർണ്ണമാക്കിയിരുന്നു. ബെർണാഡ് ഫോക്ക് എന്ന വ്യക്തിയുടെ കപ്പലായിരുന്നു അത്രയും വേഗത്തിൽ സഞ്ചരിച്ചിരുന്നത്. അതും ഒരു യാത്രയിൽ മാത്രമല്ല, വർഷങ്ങളോളം അതേ വേഗതയിൽ തന്നെ ആ കപ്പൽ സഞ്ചരിച്ചു. എങ്ങനെയാണ് ഈ കപ്പലിന് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്ന് പലരും ചോദിച്ചുവെങ്കിലും അതിന് മറുപടിയായി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒരിക്കൽ ആ രഹസ്യം അദ്ദേഹം പുറത്തുവിട്ടു. ഒരു യാത്രയിൽ ഉൾക്കടലിൽ വെച്ച് അയാൾ പിശാചിനെ നേരിട്ട് കണ്ടു എന്നും അവിടെ വെച്ച് തൻ്റെ ആത്മാവ് പിശാചിന് സമർപ്പിച്ച് നേടിയതാണ് ഈ വേഗത എന്നും. ഈ വിശ്വാസത്തിൽ ഏറ്റവും പ്രശസ്തമായ പേര് നിക്കോള പെഗനീനി എന്ന പേരാണ്. അതിന് കാരണം അദ്ദേഹവും സാത്താനുമായുള്ള ബന്ധം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചതാണ് എന്നതുകൊണ്ട് തന്നെയാണ്. പെഗനീനിയുടെ അമ്മയ്ക്ക് പെഗനീനി ഒരു പ്രശസ്തനായ മ്യൂസിഷ്യനാവണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ പെഗനീനിയുടെ ആത്മാവിനെ അവർ സാത്താന് സമർപ്പിച്ചതായാണ് പറയപ്പെടുന്നത്. പെഗനീനി ജനിച്ച് 5-ാമത്തെ വയസ്സിൽ മാൻഡലിൻ വായിക്കാൻ ആരംഭിച്ചു. 13-ാമത്തെ വർഷം തന്നെ വയലിനിൽ പ്രഗത്ഭനായി മാറുകയും ചെയ്തു. 1 സെക്കൻഡിൽ 12 നോട്ടുകൾ വായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതായും പറയപ്പെടുന്നു. 15-ാം വയസ്സിൽ പല നാടുകളിലേക്കും അദ്ദേഹത്തെ ക്ഷണിച്ചത് പലരിലും അത്ഭുതം ജനിപ്പിച്ചിരുന്നു. പെഗനീനിയുടെ 20-ാമത്തെ വയസ്സിൽ ആത്മാവിനെ സാത്താൻ കൊണ്ടുപോകേണ്ടതായിരുന്നു. എന്നാൽ അത് സംഭവിക്കാത്തതിന് പിന്നിൽ ഒരു കാരണമുള്ളതായി പറയപ്പെടുന്നു.
പഗനേനിയുടെ 19ാമത്തെ വയസ്സ് അവസാനിക്കുന്നതിന് മുമ്പ് തൻ്റെ ഒരു ആരാധികയെ തൻ്റെ ഗിറ്റാറിൻ്റെ കമ്പി കൊണ്ട് കഴുത്തിൽ ചുറ്റി അദ്ദേഹം കൊന്നിരുന്നത്രേ. ആ ആത്മാവിനെയായിരുന്നു സാത്താന് സമർപ്പിച്ചത് എന്ന് പലരും വിശ്വസിക്കുന്നു. അതൊരു കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. പലയിടങ്ങളിലും അങ്ങനൊരു കഥ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൽ ദ സോൾ എന്ന റിച്വലിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മാവിനെ തിരികെ ലഭിക്കാൻ മറ്റൊരാത്മാവിനെ സാത്താന് നൽകിയാൽ മതി എന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റിച്വലിൽ വിശ്വസിക്കുന്നവർ മനുഷ്യബലിയിലും വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് കാലം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ഇരുന്നിട്ടും വിശ്വാസം കൈവിടാതെ ഇരിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും അവരോട് പുച്ഛത്തോടു കൂടിയോ അല്ലെങ്കിൽ തമാശയ്ക്കായെങ്കിലും കളിയാക്കിയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. സാത്താനോട് ചോദിച്ച ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചത് യാദൃശികമായിരിക്കാം, അല്ലായിരിക്കാം. എന്നിരുന്നാലും അവരതിൽ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടാകും? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ സ്വന്തം ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി മനുഷ്യക്കുരുതിയോട് ചേർത്ത് ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ സാധിക്കും. നമുക്ക് ചുറ്റും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ സെൽ ദ സോൾ എന്ന കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു റിച്വലിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അവരുടെ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി കുരുതി കൊടുക്കാൻ അവർ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ ഒന്നും അറിയാത്ത നിങ്ങളിൽ ഒരാളായിരിക്കില്ലേ? അതിന് സാധ്യതയുണ്ട്, അല്ലേ? പറഞ്ഞു വരുന്ന വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ. അന്ധവിശ്വാസം നമുക്ക് മാത്രമല്ല, ചുറ്റുമുള്ളവർക്കും ആപത്താണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.